മറുപക്ഷത്തിരിക്കുന്നവൻ്റെ വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി നൽകാൻ വേണ്ടിയിട്ട് അതിവിദഗ്ധനാണ് ശ്രീജിത്ത് പണിക്കർ. അത്തരത്തിലൊരു അദ്ദേഹം നൽകിയിരിക്കുന്ന ഒരു മറുപടി വലിയ രീതിയിൽ വൈറലാവുകയാണ്. കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു ചിത്രത്തിന് നേരെ ഒരു കമൻറ്റ് വന്നു. വല്ലാത്ത രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു കമൻ്റായിരുന്നു അത്. അതിന് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആപ്പീസ് പൂട്ടിപ്പിക്കുന്ന ഒരു മറുപടിയായിരുന്നു. അതായത് ശ്രീജിത്ത് പണിക്കർ ഇന്നും ഇന്നലെയുമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലങ്ങളിലല്ലോ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ഇടങ്ങളിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടിയിൽ പോയിട്ട് അദ്ദേഹത്തെ ചൊറിയുക എന്നുള്ളത് പലർക്കും എന്താണ് ഒരു ഹരം പോലെ കൊണ്ടു നടക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ കൊണ്ടു നടക്കുന്നവർ അദ്ദേഹത്തെ ചൊറിയാൻ പോയ പലരും അല്ലെങ്കിൽ ഒരു 80% ആളുകളും അവർ ബഹിരാകാശത്താണ് പിന്നിലുള്ളത് എന്ന് നമുക്ക് പിന്നെ നോക്കിയാൽ മനസ്സിലാവും. അതായത് അവരുടെ അനുഭവം നോക്കിയാൽ മനസ്സിലാവാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഇങ്ങനെ ശ്രീജിത്ത് പണിക്കരെ പോയിട്ട് ചൊറിയാൻ നിൽക്കുന്നത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹിന്ദു സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ, ആത്മീയ അഭിപ്രായങ്ങളൊക്കെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഫേസ്ബുക്കിൽ പങ്കുവെക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്. പക്ഷേ ആ ചൊറിഞ്ഞവനൊന്നും പിന്നെ ചൊറി നിൽക്കാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം കുംഭമേളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രയാഗ്രാജിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രയാഗ്രാജിൽ പോയ അദ്ദേഹത്തിന് നേരെ ഒരാൾ ഇട്ട ഒരു കമന്റാണ് ഇപ്പോൾ ആ കമന്റ് ഇട്ടവൻ ഏത് വഴിയാണ് ഓടിയത് എന്ന് പോലും അറിയാത്ത ആ വ്യക്തി ഡിലീറ്റ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ്. അല്ല, അത് രക്ഷയില്ലല്ലോ. അതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പം വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ്. അല്ല, അത് അന്ന് ആ സമയം തന്നെ ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്നുള്ളതാണ്. എന്തായിരുന്നു ആ കമന്റ്? അതാണ് ആ രസകരമായ കമന്റാണ്. രസകരമായ കമന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കണം. അതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഹിന്ദു മതാചാരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സനാതന സംസ്കാരമൊക്കെയായി ബന്ധപ്പെട്ട് ആളുകളെ എങ്ങനെ അപമാനിക്കാം എന്നുള്ളതും കൂടിയാണ്. ഇത് ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഇട്ട കമന്റ് മാത്രമല്ല, ഒരു വിശ്വാസ സമൂഹത്തിനെതിരെ ഇട്ട കമന്റ് കൂടിയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. ശ്രീജിത്ത് പണിക്കർ പങ്കുവെച്ച പോസ്റ്റ് ഇതാണ്: കുംഭമേള നഗരിയിലൂടെ കഴിഞ്ഞ രാത്രി ഒറ്റ ഒരു ലവ് ചിഹ്നവും കൂടെ അതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിത്രവും ഇട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതിനടിയിൽ ഉണ്ണി കാന എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു കമന്റ് ഇടുകയാണ്. ആ കമന്റ് ഞാൻ അങ്ങനെ തന്നെ വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അണ്ടി തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിയില്ലേ എന്നിട്ട് ശ്രീജിത്ത് പണിക്കർ നൽകിയ അദ്ദേഹം പറഞ്ഞത് അണ്ടി തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിയില്ലേ എന്നിട്ട് ചോദ്യം വളരെ നിഷ്കളങ്കമായ രീതിയിലുള്ള ചോദ്യമാണ് ചോദിച്ചത് പുള്ളി. പക്ഷേ അതിനൊരൊന്നൊന്നര മറുപടിയാണ് ശ്രീജിത്ത് പണിക്കർ കൊടുത്തത്. അറിയില്ല, അതിന്റെ അച്ഛൻ അത് അന്വേഷിച്ച് നടക്കുന്നത് കണ്ടിരുന്നു. എന്താണ് എൻ്റെ ഉണ്ണി കാന നല്ല പേരാണ്. എന്തായാലും ഈ കാന എന്ന് പറയുന്ന ഒരു പ്രദേശം എങ്ങാനാണെങ്കിൽ ആ പ്രദേശം മൊത്തം ഏറിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ വഴിയിൽ കൂടി പോകുന്ന ഒരു കാര്യത്തെ ഏണി വെച്ച് പിടിക്കുക എന്ന് പറയുന്നത് ഈ കൊങ്ങി കമ്മി സുഡാപ്പികൾക്ക് ഒരു ഹരമാണ് എന്നുള്ള കാര്യത്തിൽ ഇതിൽ മറ്റ് ചില കമന്റുകളുണ്ട്. തീട്ടവെള്ളത്തിൽ മുങ്ങാനാണ് ഇത്ര ബിൽഡപ്പ് തുടങ്ങിയ രീതിയിൽ കുംഭമേളയെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വളരെ മോശപ്പെട്ടുള്ള കമന്റുകളാണ് ഇദ്ദേഹത്തിന്റെ ഈ ചിത്രത്തിന് താഴെ വരുന്നത്. അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ സുഡാപ്പി ഇദ്ദേഹം ഒരു സുഡാപ്പിയാണോ എന്ന് നമുക്കറിയില്ല. ഒളിഞ്ഞിരിക്കുന്ന സുഡാപ്പി ആയിരിക്കും. പ്രൊഫൈൽ പിക്ചറും അതോടൊപ്പം തന്നെ പേരൊക്കെ മാറ്റിയിട്ട് വരുന്നതായിരിക്കാം ഒരു പക്ഷേ, അറിയില്ല. എന്ത് തന്നെയായാലും ഇപ്പോഴും കുംഭമേള എന്ന് പറയുന്ന ഒരു ഉത്സവം നൽകുന്ന ഒരു സന്ദേശം, അതിൻ്റെ ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റ്, ഒരു ആത്മീയപരമായിട്ടുള്ള അതിൻ്റെ ഒരു മഹനീയതയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രത്യേകിച്ചും ഭൗതികവാദികൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതൊരു BJP-കാരുടെയോ ഒരു കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെയും ഒരു ഉത്സവമല്ല. ഇതൊരു ഇന്ത്യയുടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ചൈതന്യത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരമ്പര്യത്തെ വിളിച്ചോതുന്ന ഒരു ഉത്സവമാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ ഉത്സവമാണ്. ഇത്തവണ അത് മഹാകുംഭമേള ലോകം മുഴുവൻ വലിയ രീതിയിൽ പ്രചരണമായി ആളുകൾ അവിടെ നിന്നൊക്കെ എത്തിച്ചേരുന്നു. അതിനെ ഈ രീതിയിൽ അധിക്ഷേപിക്കണമെങ്കിൽ അവൻ സുഡാപ്പി ആയിരിക്കുമോ? അല്ല, സുഡാപ്പി എന്ന് മാത്രമല്ല, കമ്മികളും കൊങ്ങികളും ഒക്കെ ഇതിനെ ആക്ഷേപിക്കും. കാരണം ഇപ്പോൾ ഈ പറയുന്ന കുംഭമേള നടത്തുന്നത് എന്തോ BJP-കാരാണ് എന്ന നിലയിലാണ് ഇവിടുത്തെ പ്രഖ്യാപനങ്ങളും ഇവിടുത്തെ പ്രചാരണങ്ങളും ഒക്കെ നടക്കുന്നത്. അവിടെ പോയി വരുന്ന ആളുകളൊക്കെ BJP ആവുകയാണ്. ഇപ്പോൾ നടൻ ജയസൂര്യക്കെതിരെ വലിയ രീതിയിലുള്ള ട്രോളുകളും ആക്രമണങ്ങളും ഒക്കെ നടന്നു. അങ്ങനെ അവിടെ പോയി വരുന്ന ആളുകളെല്ലാം BJP-കാരാണ് എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ്
ചില പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ഒളിച്ചും പാത്തും പോയി ഈ പറയുന്ന പ്രയാഗ്രാജിൽ സ്നാനം ചെയ്ത് വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ മറുഭാഗം എടുത്തിട്ട് അലക്കിയത്. ഇവിടെ സത്യത്തിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ആരിഫ് ഹുസൈൻ പറഞ്ഞ ഒരു വാചകമാണ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരെ വിമർശിക്കുക അല്ലെങ്കിൽ അവരെ ട്രോളുക അല്ലെങ്കിൽ അവരെ കളിയാക്കുക എന്നൊക്കെ പറയുന്നത് ഏത് കുഞ്ഞിനും ഏത് കുഞ്ഞിനും ചെയ്യാം. അത്രയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ, ഒരു പ്രശ്നവുമില്ല. നമുക്ക് നമ്മുടെ ഏത് ദൈവങ്ങളെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ട്രോളാം എന്നുള്ള അവസ്ഥ ഇവിടെയുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിലൊന്നും ആരും ആരെയും പോയിട്ട് ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ എന്താണ് ഈ പറയുന്ന മറ്റ് ചില വിഭാഗങ്ങളുടെ ഈ പച്ചയ്ക്ക് നടക്കുന്ന ചില എന്താണ് അനീതികൾക്കെതിരെ ശബ്ദിച്ചാൽ അയാൾ അവിടെ മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയോ ചെയ്യും എന്നുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇവിടെ ഈ ശ്രീജിത്ത് പണിക്കർക്കും അത് തന്നെയാണ്. ശ്രീജിത്ത് പണിക്കർ വളരെ കൃത്യമായി കണ്ണിങ്ങായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഓരോ കാര്യത്തെയും പൊളിച്ചെടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കരെ ഈ ആളുകൾക്കൊന്നും തന്നെ ഇഷ്ടമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ട്. കേരളത്തിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പറയുന്ന ട്രോളുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടാണ് അദ്ദേഹത്തെ ട്രോളി മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് തന്നെ കുംഭമേളയിൽ എത്തുന്നതിന് മുമ്പ് ഫ്ലൈറ്റിൽ നിന്ന് എടുത്തൊരു ചിത്രമാണെന്ന് തോന്നുന്നു. അതിന് ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം പങ്കുവെച്ചിട്ടുണ്ട്, ആകാശ ദൃശ്യം. അപ്പോൾ അതിനൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി. ആ കമൻറ്റ് ഇങ്ങനെയാണ്: താങ്കളുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും മനോഹരമാണ്, ബഹുമാനാർഹമാണ്. എന്നാൽ മുസ്ലിം വിരോധവും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതും മനുഷ്യരെ വിഭജിക്കുന്നതും പ്രഭാഷണം നടത്തലും ചെയ്യാതിരിക്കുക ഒരു വർഗീയ ശശികലയുടെ ആൺരൂപമായി നിങ്ങൾ മാറരുത് എന്നാണ് കമൻറ്റ് വന്നത്. അതിന് ശ്രീജിത്ത് പണിക്കർ നൽകിയിരിക്കുന്ന മറുപടി ഇങ്ങനെയാണ്: ഞാൻ മുസ്ലിം വിരോധം പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ പോലീസിൽ ഒരു പരാതി കൊടുക്കൂ. പരാതിയിൽ പറയണം എന്ത് മുസ്ലിം വിരോധമാണ് ഞാൻ പറഞ്ഞതെന്ന് കാണട്ടെ. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ശ്രീജിത്ത് പണിക്കരെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്കറിയാം, അദ്ദേഹം വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ, കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കാറുള്ളൂ. അദ്ദേഹം ഒരു കാരണവശാലും മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ മറ്റ് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അനാവശ്യ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരാറില്ല എന്നുള്ളത് അദ്ദേഹത്തെ കേൾക്കുന്ന ആളുകൾക്കറിയാം. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആ വിഷയത്തിനെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് ചിലപ്പോൾ അത് വിമർശനമായിരിക്കാം. ആ വിമർശനത്തെ നമുക്ക് ഒരിക്കലും മുസ്ലിം വിരുദ്ധമെന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ തീവ്രവാദികൾക്കെതിരെ പറഞ്ഞാൽ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇറാനെതിരെയോ ലഷ്കർ ഇ തോയ്ബക്കെതിരെയോ താലിബാനെതിരെയോ പറഞ്ഞാൽ അത് ഇസ്ലാമോഫോബിക്കാണ് എന്നുള്ള കാര്യം ഗൗതമൻ അറിയില്ലേ? അതാണല്ലോ ഇവിടുത്തെ നിയമം. ഇവിടെ ശ്രീജിത്ത് പണിക്കർ സത്യസന്ധമായി എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലഷ്കർ ഇ തോയ്ബ ഒരു ആക്രമണം നടത്തി, ശ്രീജിത്ത് പണിക്കർ പറയുകയാണ് ലഷ്കർ ഇ തോയ്ബ ആക്രമണം നടത്തി, ഇത് വലിയൊരു തെറ്റാണ്, ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് പണിക്കർ സ്പോട്ടിൽ എന്താണ്, ശ്രീജിത്ത് പണിക്കർ ഇസ്ലാമോഫോബിയ വളർത്തുന്ന ആളാണ്. അല്ലാതെ ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ചാനൽ ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മുസ്ലിം മതത്തിനെ, ഇസ്ലാം ചിന്തകളെ ഒക്കെ ഡയറക്റ്റ് ആക്രമിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ശ്രീജിത്ത് പണിക്കർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ യഥാർത്ഥ ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പഠിച്ച് സംസാരിക്കുന്ന ആളാണ്. മറ്റ് ചർച്ചയിൽ വരുന്ന ആളുകളെ പോലെയുള്ള ആളല്ല. അതായത് പോയിന്റ് ആയിട്ട് പറയുകയും ചെയ്യും. അതിൽ കൃത്യമായ കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും അദ്ദേഹത്തോട് ചില ചർച്ചകൾക്കൊക്കെ ഇരിക്കാൻ പറയുമ്പോൾ ചില വിഷയങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ പറയും, ഇത് എന്താണ്, ഇതിന് കൃത്യമായ തെളിവുകളില്ല, ഈ വിഷയത്തിന് തെളിവില്ല. അങ്ങനെ തെളിവില്ലാത്തൊരു കാര്യത്തിൻ്റെ പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പുറത്ത് നമുക്ക് ഇത് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്ന മനുഷ്യനാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് അന്വേഷിച്ച് തെറ്റ് എവിടെയാണ് ശരി എവിടെയാണ് എന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഇത്തരം കമന്റുകൾ വരിക സ്വാഭാവികമാണ്. പക്ഷേ കമന്റ്, ഞാൻ പറഞ്ഞ ഇനിയും അദ്ദേഹത്തിനെതിരെ കമന്റുകൾ വരണം. ഇങ്ങനെ കമന്റുകൾ വന്നാൽ മാത്രമാണ് ഇത്തരം ആളുകൾ ബഹിരീകാശത്ത് പോകുന്നതും എന്താണ് നമ്മുടെ ഇങ്ങനെ എയറിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ. ഇതിൽ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ വളർന്നു വരിക തന്നെ വേണം. കാരണം സുഡാപ്പികളെ അസ്വസ്ഥതപ്പെടുത്തുകയാണ് ഇത്തരം ആളുകൾ. ശ്രീജിത്ത് പണിക്കരെ പോലുള്ള കാര്യങ്ങളെ കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ച് മുന്നേറാൻ പറ്റുന്ന ആളുകൾ നേരത്തെയൊക്കെ ഒരുപാട് എന്താ പറയുക ആളുകൾ ഉണ്ടായിരുന്നില്ല സമൂഹത്തിൽ. അത്തരത്തിലുള്ള ആളുകൾ സുഡാപ്പികളെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങളും കൃത്യമായിട്ട് മുഖം നോക്കാതെ വിമർശനങ്ങൾ നടത്തുന്നു പറയുന്നത് സുഡാപ്പികളെ ഭയപ്പെടുത്തുന്നുണ്ട്, കമ്മികളെയും ഭയപ്പെടുത്തുന്നുണ്ട്, ചിലപ്പോൾ കോൺഗ്രസ്സുകാരെയും BJP-ക്കാരെയും ഭയപ്പെടുത്തുന്നു. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ശ്രീജിത്ത് പണിക്കർ ഈ സുഡാപ്പികളെ മാത്രമല്ലല്ലോ, ശ്രീജിത്ത് പണിക്കർ RSSനെ വിമർശിച്ചിട്ടില്ലേ, ശ്രീജിത്ത് പണിക്കർ BJP വിമർശിച്ചിട്ടില്ലേ, BJP-യുടെ നേതാക്കന്മാരെ വിമർശിച്ചിട്ടില്ലേ, എല്ലാം വിമർശിച്ചിട്ടുണ്ട്.
ശ്രീജിത്ത് പണിക്കർക്കെതിരായി കൊണ്ട് ഏറ്റവും കൂടുതൽ അതായത് പബ്ലിക്ലി വന്ന് വാർത്താമാധ്യമങ്ങളോട് പിന്നെ പ്രതികരിച്ച നേതാവിൻ്റെ പേര് കെ സുരേന്ദ്രൻ എന്നാ. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഈ ശ്രീജിത്ത് പണിക്കരുടെ റേഞ്ച്. അദ്ദേഹം ഒരു ഹിന്ദു അല്ലെങ്കിൽ അദ്ദേഹത്തിന് മതവിശ്വാസമുണ്ട്, അത് അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് വെറുതെ പുള്ളിയോടൊക്കെ പോയി ഇങ്ങനെ നാണം കെട്ട് അവൻ്റെ FB ID വരെ പൂട്ടി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ തപ്പിയിട്ട് കിട്ടുന്നില്ല. ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കി, അങ്ങനെ ഒരാളെ കിട്ടുന്നില്ല. പേര് മാറ്റി അതെ പോയിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു 1.5 പണി തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ കൊടുത്തത്. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇത് തന്നെ രക്ഷയുള്ളൂ.